ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെ കോട്ടയം ഗ്രേസ് ചാപ്പൽ കുടുംബം ഒരുക്കുന്ന പ്രാർത്ഥന കേരളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങളോടൊപ്പം പങ്കാളികളാകുന്ന എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊന്നിച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി We welcome everyone to join us for an hour of prayer, praise and worship. I tell you, God has great things in store for us, and this is a new day. Let's shout and praise His holy name. Hallelujah, Lord, we pray. Hallelujah, for the Lord is great and great King above all gods, and in His hand are the deep places of the earth. The heights of the hills are also His. Hallelujah, we praise. Hallelujah, യേശുവേ ആരാധിക്കുന്നു. ഈ പുതിയ പ്രഭാതത്തിൽ രണ്ട് കരങ്ങളും ഉയർത്തി ഞങ്ങളോട് ചേർന്ന് ആശുപത്രികളിൽ, ഭവനങ്ങളിൽ, ഓഫീസുകളിൽ, എല്ലായിടങ്ങളിലും രണ്ട് കരങ്ങളും സങ്കീർത്തനങ്ങൾ 95-ന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. സങ്കീർത്തനം 95-ന്റെ 1 മുതൽ 7 വരെ. Psalms 95 verses 1 through 7. വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവന്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി. കരയെയും അവന്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകൊത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കിലെ ആടുകളും തന്നെ. എത്ര ശ്രേഷ്ഠമായ ദൈവത്തിന്റെ വചനമാണ് നമ്മൾ വായിച്ചത്. The sea is His, verse number 5. അഞ്ചാമത്തെ വാക്യം. For He made it, and His hands formed the dry land. Oh, come, let's worship and bow down. Let's kneel before the Lord our Maker. For He is our God, and we are the people of His pasture. Hallelujah. എത്ര ശ്രേഷ്ഠമായ വാക്യങ്ങൾ ദൈവത്തിന്റെ വചനമാണ്. We are not an evolution, but we are His creation. നമ്മൾ പരിണമിച്ചു വന്നവരല്ല, നമ്മൾ സൃഷ്ടിക്കപ്പെട്ടവരാണ്. And there is a maker, there is a creator for each of us. നമുക്ക് ഓരോരുത്തർക്കും ഒരു സൃഷ്ടിതാവാം ദൈവമുണ്ട്. മാത്രമല്ല, കരയെ അവനുളവാക്കി, കടലിനെ അവനുളവാക്കി, സകലത്തെയും എൻ്റെ യേശുവിൻ്റെ കരം കൊണ്ട് മെനഞ്ഞു. ഈ യേശു എത്ര നല്ലവൻ. ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഓ കാം, വരുവീൻ. പ്രാർത്ഥന കേരളത്തിൽ ഞങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓ കാം, ലെറ്റ്സ് സിംഗ് ആൻഡ് വർഷിപ്പ് ഹിസ് ഹോളി നെയിം. ഹല്ലേലൂയ, let's praise. Hallelujah, for the Lord is the great God and the great King above all gods. In His hands are the deep places of the earth, the heights of the hills are also His. ഇന്ന് പകൽ ഈ വലിയവനായ ദൈവം താങ്കളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരത്ഭുതം താങ്കൾക്ക് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ നാം ഓരോരുത്തരോടും കരുണയുള്ള ഒരു വാത്സല്യമുള്ള ഒരു നിത്യപിതാവ് യേശുവിൻ. അവൻ നമ്മുടെ സൃഷ്ടിതാവായിരിക്കുമ്പോൾ തന്നെ രാജാക്കന്മാരിൽ രാജാവായി, പ്രഭുക്കന്മാരിൽ പ്രഭുവായി ഈ യേശു നമുക്കുള്ളത് കൊണ്ട് ഞങ്ങളോടൊപ്പം
Hosanna. Hallelujah, Hosanna. Oh, hallelujah, Hosanna. Hallelujah, Hosanna. ഒരു നിമിഷം രണ്ട് കരങ്ങളും ഉയർത്തി ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വലിയവനായ ദൈവത്തെ കുറിച്ച്, ദൈവമേ എന്റെ ഉള്ളിൽ ഒരു കാഴ്ചപ്പാട് എനിക്ക് നൽകണമേ. Lord, give me, open my inward eyes to see this great God in my life. കർത്താവേ, ഈ വലിയവനായ ദൈവത്തെ കാണുവാൻ എന്റെ ഹൃദയത്തിന്റെ കണ്ണുകളെ അവിടുന്ന് തുറക്കണമേ. Open my understanding, Lord, and give me, Lord, the wisdom from heaven above. Holy Spirit of God, I pray that you will hover each of our lives. ഞങ്ങളുടെ മേൽ അവിടുന്ന് പൊരുന്നിരിക്കണമേ കർത്താവേ. ഒന്നിച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈ പകൽ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവ സാന്നിധ്യം, ദൈവിക വിടുതലും അടുത്ത നിമിഷങ്ങൾ ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മുടെ മേൽ വരാൻ പോവുകയാണ്. എല്ലാവരും ചേർന്ന് കർത്താവേ, ഈ പ്രഭാതത്തില് ഓരോ പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന. I bless everyone, Lord, in the mighty name of Jesus. Let the heaven above their lives be open in Jesus' name right now as we pray together, Lord. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ അവരുടെ ഓരോരുത്തരുടെ മേലുമുള്ള സ്വർഗം ഇപ്പോൾ തുറക്കപ്പെടട്ടെ. Every dew and rain from heaven shall fall on their heads, Lord. സ്വർഗത്തിലുള്ള മഞ്ഞും മഴയും അവരുടെ ഓരോരുത്തരുടെ മേലും ഇറങ്ങട്ടെ. രോഗസൗഖ്യം ഇപ്പോൾ ഓരോരുത്തരുടെ മേലും ഉണ്ടാകട്ടെ. ആരോഗ്യവും ഊർജ്ജസ്വലതയും ബലവും മാത്രമല്ല ദൈവകൃപയുടെ പകർച്ചയ്ക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ഹല്ലേലൂയ പൊരുന്നിരിക്കുന്ന അനുഭവം ഇപ്പോൾ തന്നെ ഓരോരുത്തരുടെ മേലും ഇറങ്ങട്ടെ. അടുത്ത നിമിഷങ്ങളിൽ അവിടുന്ന് പകരാൻ പോകുന്ന വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അവിടെ നയിക്കാൻ പോകുന്ന വിടുതലുകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഓരോ കുടുംബത്തെയും ഓരോ ജീവിതത്തെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവർ സൗഖ്യവും വിടുതലും വ്യക്തമായി അനുഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ നൂറുകണക്കിന് ജീവിതങ്ങളുടെ വിടുതലുകൾ ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. ഈ യേശു എത്രയോ നല്ലവൻ, എത്രയോ വല്ലഭൻ. റിനു, ഗുഡ് മോർണിംഗ്. എനിക്കറിയാം റിനുവിന്റെ കയ്യിൽ ഒരുപാട് വിടുതലിന്റെ സാക്ഷ്യങ്ങളുണ്ട്. എൻ്റെ ടേബിളിൽ ഇന്ന് റെഡ് ലെറ്ററിൽ ഒത്തിരി വിടുതലുകളുടെ സാക്ഷ്യങ്ങളുണ്ട്. ഈ യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. റിനു, ഈ യേശുവെ പോലെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന വേറൊരുവനില്ല. യേശുവിന്റെ ജീവിതത്തിന്റെ പാറയാണ്, യേശുവിന്റെ ജീവിതത്തിന്റെ കോട്ടയാണ്. ജീസസ് ഈസ് എവറിതിങ് ഇൻ മൈ ലൈഫ്. ഹല്ലേലൂയ. ഇതുവരെ ഈ യേശുവുമായിട്ട് അല്ലേ റിനു, അങ്ങനെ ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വരാത്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ജീവിതത്തിലെ യേശുവുമായിട്ട് ആ വ്യക്തിപരമായ ബന്ധത്തിൽ വന്നതാ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസത്തിന് കാരണമായി. നമ്മൾ കാര്യങ്ങളെ മാറ്റിയതല്ല, യേശു നമ്മുടെ ജീവിതത്തിൽ മാറ്റം തരുന്ന. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ട്രാൻസ്ഫോം മൈ ലൈഫ്, ഇറ്റ് ഈസ് ജീസസ് ഹു ട്രാൻസ്ഫോംസ് മൈ ലൈഫ് ആൻഡ് അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റുകയല്ല, പകരം യേശു നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്തുന്നു. സോ ആ വിടുതലിൻ്റെ സാക്ഷ്യം പറയുന്നതിന് മുമ്പ് നമുക്കിന്ന് ഒരുപക്ഷെങ്കിൽ ആദ്യമായിട്ട് യേശുവുമായി വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളില്ലേ, നമുക്ക് അവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. യേശുവുമായി ഇതുവരെ ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പാപങ്ങളെ ചുമന്ന്, നമ്മുടെ ഭാരങ്ങളെ ചുമന്ന്, നമ്മുടെ ശാപങ്ങളെ ചുമന്ന്, നമ്മുടെ രോഗങ്ങളുടെ സൗഖ്യത്തിനായി നാം ഓരോരുത്തരും സമൃദ്ധമായ ജീവൻ അനുഭവിക്കേണ്ടതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ ഒരു പരമയാഗം നടന്നു. അത് യേശുവിൻ്റെ യാഗമായിരുന്നു. യാഗമൃഗമായത് യേശുവായിരുന്നു. അവിടുന്ന് സകല തുള്ളി രക്തവും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഒഴുക്കി. ഒരു പുഷ്പം തറയിൽ ചവിട്ടി അരയുന്നത് പോലെ യേശുവിൻ്റെ ശരീരം ഞെരിക്കപ്പെട്ടു. അതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും അനുഗ്രഹത്തിനും വിടുതലിനും ഉയർച്ചയ്ക്കും വേണ്ടിയാകുന്നു. ഈ നിമിഷം ആ 2 കരവും ഉയർത്തി. രോഗക്കിടക്കയിലാകാം, അതെനിക്ക് നന്നായിട്ട് അറിയാം. ഒരുപക്ഷെങ്കിൽ ജോലിയിൽ വൈഷമ്യങ്ങളുടെ മുമ്പിലാകാം. ധാരാളം കെടുതികൾ ഒന്നിനു പിറകെ ആഞ്ഞടിക്കുന്ന അനുഭവത്തിലൂടെ ആകാൻ പോകുന്നു. രക്ഷപ്പെടാൻ ഒരു വഴിയില്ലാതെ മരണത്തിന്റെ മുമ്പിലാകാം ഒരുപക്ഷെങ്കിൽ. പക്ഷെ മരണമല്ല വഴി, യേശുവാണ് വഴി. ആത്മഹത്യ അല്ല പരിഹാരം, യേശുവാണ് പരിഹാരം. 2 കരവും ഉയർത്തി. യേശുവേ, എനിക്കങ്ങേ ആവശ്യമുണ്ട്.
നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ റിനു ഒരു നിമിഷം എന്ന് യേശുവിനെ ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി റിനു ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാവരും ചേർന്ന് കരങ്ങളെ ഉയർത്തി, യേശുവേ എനിക്കങ്ങേ ആവശ്യമുണ്ട്. റിനു പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. പ്രത്യേക കർത്താവേ, ഈ പ്രോഗ്രാം കാണുന്ന ഓരോരുത്തരും അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച യേശുവിനെ ഇതുവരെ കർത്താവ് ജീവിതത്തിൽ സ്വീകരിക്കാത്തവരെ കർത്താവ് അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ നല്ല ആഗ്രഹത്തെ അങ്ങ് മാനിച്ചാട്ട പച്ച. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, അവരിലേക്ക് കർത്താവ് ഇറങ്ങി ചെന്നാട്ട പച്ച. അവരുടെ ജീവിതത്തിൽ കർത്താവെ അവർ ഏത് പ്രശ്നത്തിന്റെ നടുവിലാണെങ്കിലും കർത്താവെ ഹല്ലേലൂയ, നീ അവർക്ക് വഴികാട്ടിയാട്ട. യേശുവിന്റെ സമാധാനത്താലും യേശുവിന്റെ സന്തോഷത്താലും ഓരോരുത്തരെ നിറച്ചാട്ട പച്ച. ഹല്ലേലൂയ. കർത്താവിന്റെ സന്തോഷം അവർ ഈ ദിവസം ഇപ്പോൾ മനസ്സിലാക്കട്ടെ പച്ച. ഹല്ലേലൂയ. സ്തോത്രം കർത്താവ്. അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. യേശുവോട് കൂടിയുള്ള യാത്ര എത്ര ശ്രേഷ്ഠമാണ് അല്ലേ? How beautiful it is to walk with Jesus. And someone said the best exercise is walking with Jesus. ആരോ പറഞ്ഞു റിനു, ഏറ്റവും നല്ല എക്സസൈസ് എന്ന് പറയുന്നത് യേശുവോട് കൂടെ നടക്കുന്നതാണ്. And it's a journey and it's a life. Come on. റാണി എന്ന സഹോദരി നെയ്യാറ്റിൻകരയിൽ നിന്ന് വിളിച്ച് പറഞ്ഞത്, മകന് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞിരിക്കുന്ന സമയത്താണ് പ്രാർത്ഥിക്കുന്ന കേരളത്തിലേക്ക് വിളിച്ചു. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞിരുന്നപ്പോൾ പ്രാർത്ഥിച്ചതിന് ശേഷം ചെക്ക് ചെയ്തപ്പോൾ 2 ലക്ഷത്തിൽ മേലെയാണ് കൗണ്ട് വന്നത്. 2 ലക്ഷത്തിന്റെ മീതെ പ്ലേറ്റ്ലെറ്റ്സ് ഉയർത്തിയ, പ്ലേറ്റ്ലെറ്റ്സിന്റെ എണ്ണം കുറവായിരുന്നപ്പോൾ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവത്തിന്റെ മക്കൾ പ്രാർത്ഥിച്ചു, യേശു അത്ഭുതം പ്രവർത്തിച്ചു. ഈ പാട്ട് കേൾക്കുന്നത് പോലെ ഇത് യേശു നമുക്ക് വേണ്ടി ഇന്ന് ഒരു അത്ഭുതം ചെയ്യും. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കുക. നൂറുകണക്കിന് ദൈവത്തിന്റെ മക്കൾ ലോകരാജ്യങ്ങൾ നമുക്കായി പ്രാർത്ഥിക്കും. മേരി എന്ന സഹോദരി മാവേലിക്കരയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്, മകൾക്ക് ബിടെക്കിന്റെ അഡ്മിഷൻ വേണ്ടി കൊടുത്തിരുന്നു, പക്ഷെ അവർക്ക് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പറഞ്ഞു മകൾക്ക് അഡ്മിഷൻ ലഭിച്ചു. പ്രതീക്ഷയില്ലാതിരുന്ന സ്ഥലത്ത് ബിടെക്കിന്റെ അഡ്മിഷന് വേണ്ടി അവർ വളരെ വിഷമിച്ചു. ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് ആ ടെലിഫോൺ ഞങ്ങൾ ഇവിടെ അറ്റൻഡ് ചെയ്തത്. വിലപിക്കുന്ന ഒരു ഹൃദയം, പക്ഷെ ആ വിലാപത്തെ നൃത്തമാക്കുന്ന യേശു ഇന്ന് താങ്കൾക്ക് വേണ്ടി യേശു ഒരു അത്ഭുതം ചെയ്യാം. ബേബി ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ചു പറഞ്ഞത്, മകൾക്ക് ഒരു എൻട്രൻസിന്റെ ഭാഗമായിട്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു പേപ്പർ ലഭിക്കേണ്ടതുണ്ടായിരുന്നു. അവര് പോകുന്നതിന് മുമ്പ് ആദ്യം ചെയ്ത കാര്യം പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പറഞ്ഞു. അത് വളരെ നല്ലൊരു കാര്യം പറഞ്ഞത്. പോകുന്നതിന് മുമ്പ് ആദ്യം ചെയ്തത് പ്രാർത്ഥന കേരളത്തിൽ നമ്മളോടുകൂടെ പ്രാർത്ഥനയിൽ നിൽക്കുവാൻ, പോകുന്നവരോട് കൂടെ നിൽക്കുവാൻ. എത്ര ശ്രേഷ്ഠമായ ഒരു മാതൃകയാണ് പ്രാർത്ഥന കേരളത്തിൽ. ധാരാളം ദൈവമക്കൾ, ലോകരാജ്യങ്ങൾ, ദൈവദാസിമാർ നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുവാനുള്ളത് കൊണ്ട് ഏത് കാര്യത്തിന് പോകുമ്പോഴും വിളിച്ചു പറയുക, ദൈവത്തിന്റെ മക്കൾ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നിട്ട് അതിന്റെ അനുഗ്രഹം അവർക്ക് ലഭിച്ചു. ഒരു തടസ്സവും കൂടാതെ ആ പേപ്പർ വില്ലേജ് ഓഫീസിൽ ഒരു തടസ്സവും കൂടാതെ. യേശു എത്ര നല്ലവനാ. ചേർന്ന് യേശു എത്ര നല്ലവൻ, പ്രാർത്ഥിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ കുടുംബത്തിലെ ചില പ്രയാസങ്ങൾ പൂർണ്ണമായും മാറി. ലീലാമ പന്തളത്തു നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്, പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നുണ്ട്. ഇന്ന് രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ വിശേഷിച്ച് പ്രാർത്ഥിക്കും. ജീവിതത്തിന്റെ വിവിധ വിഷയങ്ങളിലൂടെ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ സന്ദർഭത്തിൽ എഴുന്നേറ്റ് സ്ക്രീനിലേക്ക് വന്ന് തൊട്ട് ചേർന്ന് പ്രാർത്ഥിക്കണം. യേശുവിന്റെ അത്ഭുതകരമായ സൗഖ്യം താങ്കൾക്ക് ദൈവം നൽകി തരും. ഈ യേശു എത്ര നല്ലവൻ. ഗുഡ് മോർണിംഗ് പ്രമോദ്. ഗുഡ് മോർണിംഗ് പാസ്റ്റർ. ഇന്ന് നമ്മുടെ കൂടെ വചനം ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് പാസ്റ്റർ ചാണ്ടി വർഗീസ് ആണ്. ഡൽഹിയിൽ നിന്ന് പാസ്റ്റർ ചാണ്ടി വർഗീസ്. അതെ പാസ്റ്റർ, ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ദേവദാസൻ. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. തീർച്ചയായിട്ടും വിളിച്ചാട്ട്. പ്ലീസ് കം പാസ്റ്റർ. ഹല്ലേലൂയ. അമ്മ പത്മിനിക്ക് പനിയും അസ്വസ്ഥതകളും ആന്തരിക അവയവങ്ങൾ എല്ലാം ഡാമേജ് ആയി ഇന്ദിര ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യവും ആരോഗ്യവും ആ മാതാവിന്റെ മേൽ ഉണ്ടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ. പ്രിയ പിതാവേ, ആമേൻ. പാസ്റ്റർ ചാണ്ടി വർഗീസ്, പ്രൈസ് ഗോഡ് ആൻഡ് ഗുഡ് മോർണിംഗ്. എനിക്കറിയാം പാസ്റ്റർ ഫാമിലി ആയിട്ടാണ് ഇന്ന് പകൽ ഡൽഹിയിൽ നിന്ന് ഇവിടെ എത്തി. നോക്കിക്കേ, പ്രാർത്ഥന കേരളത്തിൽ കർത്താവ് എവിടെ നിന്നെല്ലാം ആളുകളെ അയക്കുന്നത്. ഇന്നലെ ദുബൈയിൽ നിന്നൊരു പാസ്റ്ററായിരുന്നു ഇവിടെ. ഇന്ന് ഡൽഹിയിൽ നിന്ന്, ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്ന്
ദൈവം കർത്തൃദാസന്മാരെ ദൈവമക്കളെ ഇതിലേക്ക് അയക്കും. ദൈവം എത്രയോ നല്ലവനാണ്. പാസ്റ്ററെ, എനിക്കറിയാം പാസ്റ്റർ കുടുംബമായിട്ട് വന്നിട്ടുണ്ട്. പാസ്റ്ററുടെ 2 പെൺമക്കൾ ഇവിടെ സ്ക്രീനിൽ ഞങ്ങളോടൊപ്പമുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ പേരുകൾ ഒന്ന് പറയുമോ? ഷീലു ആൻഡ് ഷെറിൻ. ഇന്ന് പകൽ അനുഗ്രഹിക്കപ്പെട്ട 2 പെൺമക്കളെ ദൈവം അവർക്ക് കൊടുത്തു. ഒരു ആൺമകനുണ്ട്, മാതാവിൻ്റെ കൂടെ ഈ സ്റ്റുഡിയോയിൽ തന്നെ ആ മകനുണ്ട്. ഈ കുടുംബത്തെ കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്ന ഡൽഹിയിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോ അവിടെ ഉള്ളവരോ അല്ലെ പോകുക ചെയ്യുമ്പോൾ ഒരു ആരാധനയുടെ ആവശ്യമുള്ളപ്പോൾ തീർച്ചയായിട്ടും ശേഷം വിളിക്കണം. സ്ക്രീനിൽ നമ്പർ വരും, അല്ലെങ്കിൽ പാസ്റ്റർ ഫോൺ നമ്പർ പറഞ്ഞു തരും, അല്ലെങ്കിൽ പ്രേയിങ് കേരളയിൽ വിളിച്ചാൽ തീർച്ചയായിട്ടും ഡൽഹിയിലെ നമ്പർ ഞങ്ങൾ തരുന്നതായിരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. പാസ്റ്റർ ദൈവം അയച്ചപ്പോൾ ഒരു ദൂത് നൽകിയാണ് അയച്ചത്. പാസ്റ്റർ ഇത് പറഞ്ഞിട്ട് താങ്ക് യു. ഈ രാവിലെ ഇവിടെ എനിക്ക് ഈ സ്റ്റുഡിയോയിൽ കയറി വന്നപ്പോൾ ഈ വളരെ സന്തോഷം തോന്നുന്നത്, ഈ ഹാർവസ്റ്റ് TV പ്രോഗ്രാം രാവിലെ തന്നെ കണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിപ്പാൻ സ്വർഗത്തിലെ ദൈവം അനേകർക്ക് ഇടയാക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ പകൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ പകല, വിടുതലിന്റെ പകല, നന്മയുടെ പകല. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവിക അനുഗ്രഹത്തെ ദൈവം പകരുക. ഈ കൊയറിവിടെ വർഷിപ്പ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ ഭവനങ്ങളിലും സംഭവിക്കുക. നിങ്ങളും ഈ സത്യ ദൈവത്തെ ആരാധിക്കുമ്പോൾ അത്ഭുതം സംഭവിക്കുക. ആമേൻ. വർഷിപ്പ്. ഈ രാവിലെ ദൈവത്തെ സന്തോഷമായി ആരാധിക്കുക. അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. ഹല്ലേലൂയ. ആലീസ് എറണാകുളത്തു നിന്ന് പാസ്റ്ററെ, ഈ ആരാധന പ്രാർത്ഥനയിൽ അവർ പങ്കെടുത്തപ്പോ എൻ്റെ അമ്മയുടെ അസ്വസ്ഥത മാറി, നീര് കുറഞ്ഞു. പ്രാർത്ഥിച്ച ഏവർക്കും നന്ദി. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ 9 വർഷമായി മുടങ്ങിക്കിടന്ന വീടിന്റെ പണി പൂർത്തീകരിക്കാൻ യേശു സഹായിച്ചു. എത്ര 5-6 ദിവസങ്ങളായി അതികഠിനമായ വയറുവേദനയാൽ ഭാരപ്പെട്ടിരുന്നു. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. യേശു അത്ഭുതകരമായ സൗഖ്യം നൽകി. ഈ യേശു എത്ര നല്ലവന്. പാസ്റ്ററെ, ഇന്ന് യേശു അനേകരുടെ ജീവിതത്തെ സ്പർശിക്കും, വിടുവിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പാസ്റ്റർ കർത്താവ് തന്നിരിക്കുന്ന ആ ദൂത് ഞങ്ങളെ അറിയിച്ചാട്ട്. ദൈവവചനത്തില് ഒരു വാക്യം നമുക്ക് ഇന്ന് ദൈവത്തിന്റെ ആത്മാവിനെ ഓർപ്പിച്ചത്, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്: സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? സകലതും നൽകുന്നൊരു ദൈവം. അവൻ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് നമ്മളെല്ലാവരും ചെയ്തു പോയ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ, നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ കഷ്ടതയ്ക്കും വേദനയ്ക്കും ദുഃഖത്തിനും രോഗത്തിനും എല്ലാം കാരണമായ പാപമെന്ന ആ പാപത്തിന്റെ സകല കറകളെയും മാറ്റുവാൻ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിൽ അയച്ചു. യേശു ഈ ലോകത്തിൽ വന്ന് സകല മാനവജാതിയുടെയും പാപത്തിന്റെ പരിഹാരത്തിന് ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ രോഗിയായി കഴിയണമെന്ന് ദൈവത്തിന് ആഗ്രഹമില്ല. നമ്മുടെ പാപങ്ങളെല്ലാം യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടു. ഇന്ന് പാസ്റ്റർ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ, പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനായിട്ട് പറഞ്ഞു. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ രോഗിയായിരിക്കേണ്ട ആവശ്യമില്ല, ഇനി നിങ്ങൾ കഷ്ടതയിൽ ഇരിക്കേണ്ട ആവശ്യമില്ല, ഇനി നിങ്ങൾ വേദനയിൽ ഇരിക്കേണ്ട ആവശ്യമില്ല, ഇനി നിങ്ങൾ കടഭാരത്തിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. കാര്യം യേശുവിനെ തന്നവൻ അതോടുകൂടെ സകലതും നമുക്ക് നൽകി തരും. ഹല്ലേലൂയ. അതിന്റെ 37-ാമത്തെ വാക്യത്തിലാ, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഇതിലൊക്കെയും പൂർണ്ണ ജയം. പരാജയം നമുക്കില്ല. നമ്മുടെ ജീവിതത്തിന്റെ പരാജയം യേശു ക്രിസ്തുവിലൂടെ മാറ്റപ്പെട്ടു. ഇനി വിജയമാ. നിങ്ങൾ രോഗിയാണോ? ഇനിയും രോഗത്തിൽ നിങ്ങൾ പരാജയപ്പെടുന്നില്ല, രോഗത്തിന്റെ മേൽ ജയമാ. നിങ്ങൾ കടഭാരത്തിൽ വിഷമിക്കുന്ന ആളാണോ? കടഭാരത്തിന്മേൽ നിങ്ങൾക്ക് പരാജയമല്ല, കടഭാരത്തിന്മേൽ നിങ്ങൾക്ക് ജയമാ. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്:
നമുക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. ഒരായുധവും ഫലിക്കത്തില്ല. കുഞ്ഞെ, പ്രിയ സഹോദര, നിനക്ക് വിരോധമായി പിശാച് കൊണ്ടുവന്ന, ഈ ശത്രു കൊണ്ടുവന്ന ഒരായുധവും ഫലിക്കത്തില്ല. ഒരുപക്ഷെ നീ പറഞ്ഞേക്കാം, ആമേൻ, ആരെങ്കിലും എനിക്ക് വേണ്ടി മന്ത്രവാദം ചെയ്തെന്ന്. ഒരു മന്ത്രവാദവും നിനക്കെതിരായി വരുന്നത് ഫലിക്കത്തില്ല. യേശു ക്രിസ്തുവിലൂടെ സകല രോഗത്തിനും മന്ത്രവാദത്തിന്റെയും സകല ആമേൻ പ്രശ്നത്തിനും പരിഹാരമായി യേശു നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ജയമാണ്. ആമേൻ. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്, ശത്രു ഒരു വഴിയായി വരും, അവൻ 7 വഴിയായി മടങ്ങിപ്പോകും. നിനക്ക് എതിരായി വന്ന ശത്രു 7 വഴിയായി മടങ്ങിപ്പോകുക. ജയം എന്റേതെന്ന് ഇന്ന് രാവിലെ പറ. യേശു ക്രിസ്തുവിലൂടെ ഞാൻ ജയാളി എന്ന് പറ. എന്റെ പരാജയം യേശു ക്രൂസിൽ ഏറ്റെടുത്തു. ഞാൻ യേശു എനിക്ക് വേണ്ടി പാപ പരിഹാരം വരുത്തി. ഇനി ഞാൻ പരാജയമല്ല, ജയമെന്ന് പറ, ജയമെന്ന് പറ. നിന്റെ നാവ് കൊണ്ട് പറ. ആമേൻ. പ്രോവർബ്, നീതിവചനം, സദൃശവാക്യത്തില് ഇങ്ങനെ വായിക്കുന്നത്, ജീവനും മരണവും നാവിന്റെ അധികാരത്തില. പറ, ഞാൻ രോഗിയായി ഇനി ഇരിക്കത്തില്ല, രോഗത്തിന്റെ മേൽ എനിക്ക് ജയം യേശു തന്നു. ആമേൻ. ഞാൻ ഇനി കടഭാരത്തിൽ ഇരിക്കത്തില്ല, കടഭാരത്തിന്മേൽ യേശു എനിക്ക് ജയം തന്നു. പറ, ഞാൻ ഇനിയും നാമൻ കിടക്കയിൽ കിടക്കത്തില്ല, യേശു ക്രിസ്തുവിൽ ഞാൻ ജയാളി എന്ന് പറ. യേശുവിലാ നമ്മുടെ ജയം, യേശുവിലാ നമ്മുടെ ജയം, യേശുവിലാ നമ്മുടെ ജയം, യേശു ക്രിസ്തുവിലൂടെ ജയം. ആമേൻ. നമ്മൾ ഒരു പക്ഷേ ചിന്തിക്കും, ഞാൻ ആമേൻ വിഷമത്തില. ഇന്ന് വിഷമം മാറുന്ന ദിവസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര നല്ല യേശു. ആ ദൈവത്തെ ആരാധനവരായി നാം തീരാം. പക്ഷേ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുത വിടുതൽ സംഭവിക്കാം. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് തരുന്ന ദൂതിന്റെ അർത്ഥം, we are created to succeed. അല്ലേ? നമ്മൾ ജയിക്കേണ്ടതിന് വേണ്ടി, ജയാളികളാകേണ്ടതിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണെന്നുള്ള ഒരു ദൂത ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകിയത്. തികച്ചും ഇത് താങ്കളോടുള്ള സന്ദേശമല്ലേ? എന്നോടുള്ള സന്ദേശമല്ലേ? ഇതുവരെ ഇല്ലേ, പോയേ, ചത്തേ, ഞാൻ നശിച്ചേ, അയ്യോ എനിക്കിത് പറ്റിയല്ലോ എന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്ത് കർത്താവിന്റെ ദാസനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തിയ വചനം ഇന്ന് കേട്ടേ. യേശുവിനാൽ ഞാൻ സകലത്തിലും ജയം പ്രാപിക്കുന്നു എന്ന് ഒന്ന് ഏറ്റു പറഞ്ഞാട്ടെ. പാസ്റ്റർ, നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്ക് ലീലാമ്മ എന്ന് പറയുന്ന ഒരു സഹോദരിയെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് ക്യാൻസറാൽ ഭാരപ്പെടുന്നു. സഹോദരി, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ക്യാൻസർ അല്ല വലുത്, യേശുവാ വലുത്. ക്യാൻസറിന്റെ മേൽ നിനക്ക് വിജയമാ. ഇന്ന് പകൽക്കാലം ആ ക്യാൻസറിന്റെ മേൽ യേശു നിനക്ക് ജയം തരിക. ജയം ഏറ്റെടുക്ക. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, നീ ഇനി പരാജയമല്ല, ജയമാ. യേശു ക്രിസ്തുവിലൂടെ ആമേൻ. ക്യാൻസറിന്റെ മേൽ യേശു നിനക്ക് ജയം തന്നു. പരിശുദ്ധാത്മാവ് സഹായിക്കുക യേശുവിൻ നാമത്തിൽ. അല്പനിമിഷങ്ങളൊന്ന് ഏറ്റു പറഞ്ഞാട്ട്, ഞാൻ മരിക്കുകയില്ല, ജീവനോടെ ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കുക. I am born to succeed. ഞാൻ വിജയാളിയാകേണ്ടതിന് വേണ്ടി ജനിച്ചിരിക്കുന്ന വ്യക്തിയാണ്. എത്ര ശ്രേഷ്ഠമായൊരു ദൂത ദൈവത്തിന്റെ ആത്മാവ് ദൈവഭക്തനെ അയച്ചു നമ്മളോട് നൽകുന്നത്. ഇന്ന് ഏറ്റു പറഞ്ഞാട്ട്, യേശു എനിക്കുള്ളത് കൊണ്ട് ഞാൻ സകലത്തിലും ജയാളിയ. ഞങ്ങളോട് ചേർന്ന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ, യേശുവേ, അങ്ങയുടെ അദൃശ്യമായ കരം എന്റെ മേൽ വരേണ്ടതിന്, അങ്ങയുടെ മഹത്വം എന്റെ മേൽ ഇറങ്ങേണ്ടതിന്, യേശുവേ ഞാനീതാ, യേശുവേ ഞാനീതാ, യേശുവേ. ഒരു പ്രാവശ്യം കൂടെ ഞാനീതാ. ആ ഭവനങ്ങളിൽ എല്ലാവരും
കഴിയുമെങ്കിൽ എഴുന്നേറ്റ്. ആശുപത്രികളിൽ കൈകളിലും കാലുകളിലും ഒക്കെ ട്യൂബ്സ് കണക്ട് ചെയ്തിട്ടുണ്ടാകും. എങ്കിലും ആ കിടക്കയിൽ കിടന്നുകൊണ്ട് യേശുവേ, ഞാനിതാ യേശുവിന്റെ പ്രവൃത്തി എന്നിൽ വെളിപ്പെടേണ്ടതിന് എന്നെ ഞാൻ പൂർണ്ണമായി തരുന്നു. സകലതിലും ജയം. 2 കൊരിന്ത്യർ 2-ാം 14 ഇങ്ങനെ വായിക്കുന്നത്, ക്രിസ്തുവേശുവിലൂടെ എല്ലായ്പ്പോഴും നമ്മളെ ജയോത്സവമായി നടത്തുകയും എല്ലായ്പ്പോഴും നമ്മളെ കൊണ്ട് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. എല്ലായിടത്തും എല്ലായ്പ്പോഴും ഹല്ലേലൂയ. ക്രിസ്തുവേശുവിലൂടെ ജയമാ സഹോദരി, ക്രിസ്തുവേശുവിലൂടെ ജയമാ സഹോദര. എത്ര ശ്രേഷ്ഠം! എല്ലായ്പ്പോഴും എല്ലായിടത്തും. ഒന്നിച്ച് ഞങ്ങളോട് ചേർന്ന് എല്ലായ്പ്പോഴും എല്ലായിടത്തും. ഹല്ലേലൂയ. ഉറപ്പാ പ്രിയ സഹോദര, അത് ഉറപ്പാ. കർത്താവിന്റെ വചനത്തിന് മാറ്റമില്ല. എല്ലായിടത്തും നമുക്ക് ജയം തരുന്ന യേശുവാ. ജീസസ്. നമുക്ക് പ്രാർത്ഥിക്കാം. ധാരാളം ആളുകൾ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ്, ഞാൻ വെളുപ്പിനെ ദൈവത്തിന്റെ ആത്മാവിനെ തട്ടി ഉണർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, വ്യക്തമായി ചില വിടുതലുകൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോവുക. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവിന്റെ ദാസിൽ പകർന്നിരിക്കുന്ന ദൈവിക അഭിഷേകത്തിൽ നമുക്ക് ഇവിടെ പ്രാർത്ഥിക്കാൻ പോവുക. പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങിയിട്ട് രോഗികളായി പ്രിയപ്പെട്ടവര്, കടഭാരങ്ങളിലൂടെ പോകുന്നവര്, ജീവിതത്തിന്റെ വിവിധ ക്ലേശങ്ങളിലൂടെ പോകുന്നവർ, കുടുംബ ജീവിത ചിത്രതയിലൂടെ പോകുന്നവര്, തലമുറയില്ലാത്ത പ്രിയപ്പെട്ടവര്, ഏത് വിഷയത്തിലൂടെ പോകുന്ന ജീവിതമാണെങ്കിലും ഈ പകൽ കഴിയുമെങ്കിൽ എഴുന്നേറ്റ്, അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി വന്ന സ്ക്രീനിലേക്ക് തൊട്ടുകൊണ്ട് ഞങ്ങളോട് ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം അത്ഭുതമായി നമ്മെ തൊടുന്ന പകല. ഈ രാവിലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഭവനത്തിൽ ഇറങ്ങുക. പരിശുദ്ധനായ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ ഇന്ന് രാത്രി പകൽക്കാലം ഇറങ്ങുക. ഈ രാവിലെ ആ ദൈവിക സ്പർശനം അനുഭവിക്കുക. വിടുതലിന്റെ ആമേൻ ജയത്തിന്റെ യേശു നിങ്ങളുടെ ഭവനത്തിൽ ഇറങ്ങുക. പരാജയത്തിന്റെ ആമേൻ അവസ്ഥ നിങ്ങളുടേത് മാറി, നിങ്ങളുടെ ഭവനത്തിന്റെ പരാജയം മാറുക. ക്രിസ്തു യേശുവിലൂടെ ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും എല്ലായ്പ്പോഴും ആമേൻ ഞങ്ങളെ കൊണ്ട് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ ആ രോഗത്തിൽ വന്ന പരാജയം മാറട്ടെ, ആ കഷ്ടത മാറട്ടെ, ആ കടഭാരത്തിൽ വന്ന പരാജയം മാറട്ടെ, വേദന മാറട്ടെ, ആ നടുവേദന ഇപ്പോൾ മാറിപ്പോകട്ടെ, ആ നട്ടെല്ലിന്റെ അകലിച്ച ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ നോർമലായി തീരട്ടെ. അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ പരാജയത്തെ ഞങ്ങൾ ആ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നു. യേശുവിലൂടെയുള്ള ജയത്തെ ഞങ്ങൾ പ്രിയ സഹോദരിയുടെ മേൽ, സഹോദരന്റെ മേൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. പ്രായമായ പിതാവേ, ഇന്ന് പകൽക്കാലം നിന്റെ വിടുതലിന്റെ പകല യേശുവിന്റെ നാമത്തിൽ ജയം നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിലേക്ക് വരിക. ശാപം മാറി അനുഗ്രഹത്തിന്റെ വഴികളിലേക്ക് സഞ്ചരിപ്പാൻ പരിശുദ്ധാത്മാവ് ഇന്ന് അഭവനത്തിൽ ഇറങ്ങി വരിക. വിടുതൽ പ്രാപിക്കുക. യേശു ക്രിസ്തുവിലൂടെ ജയം നമുക്ക് തന്നുക. ദൈവത്തിന് നന്ദിയോടെ യേശുവിന്റെ ആത്മാവ് താങ്കളെ തൊട്ട് സുഖപ്പെടുത്തി കഴിഞ്ഞു. അടുത്ത നിമിഷം ടെലിഫോൺ എടുത്ത് വിളിച്ചു പറയണം, ആ വിടുതൽ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ അനുഭവിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഒരു വലയത്തിനകത്ത് ഞാൻ മാത്രമല്ല, 10,000-കണക്കിന് ആളുകൾ ഇന്ന് പകൽക്കാലം കഴിഞ്ഞ ദിവസം നെഞ്ചുവേദന കൂടി പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. യേശു അത്ഭുത സൗഖ്യം നൽകി. മിസ്റ്റർ നെൽസൺ അത് പറഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ച വേളയിൽ സൗദിയിൽ ജോലി ലഭിച്ചു. യേശു എത്ര നല്ലവൻ. മരുമകൾക്ക് ക്യാൻസർ എന്ന സംശയം ഡോക്ടേഴ്സ് പറഞ്ഞു. എന്നാൽ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു യേശു പൂർണ്ണ സൗഖ്യം നൽകി. ഒരാഴ്ച മൈഗ്രെയിനിൽ ഭാരപ്പെട്ടിരുന്നു. ഇന്നലെ 8 മണിക്ക് പ്രാർത്ഥന കേരളത്തിലേക്ക് വിളിച്ചു പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ തലവേദന പൂർണ്ണമായി വിട്ടുമാറി. ഈ യേശു താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഇന്ന് പകൽ. ഓ ഹല്ലേലൂയ. ഈ ആരാധന ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടേണ്ടതിന് വേണ്ടി പരിശുദ്ധാത്മ അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരുമെന്നുള്ള വാഗ്ദത്തത്തിനകത്ത് താങ്കളുമുണ്ട്. താങ്കളുടെ കുടുംബമുണ്ട്, താങ്കളുടെ ദേശമുണ്ട്, നമ്മുടെ രാജ്യമുണ്ട്, രാജ്യങ്ങളുണ്ട്. All the nations of the world comes under the promise of God that I will in the latter days pour out my spirit on all flesh. സകല ജഡത്തിന്റെ മേലും
ഞാൻ എന്റെ ആത്മാവിനെ പകരും ഈ പകൽ like never before in the history. ഒരിക്കലും ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത നിലയിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ജീവിതങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് ജീവിതങ്ങൾ ആത്മാവിനാൽ അഭിഷേകരാകേണ്ടത് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെ മേലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. രണ്ട് കരങ്ങളും ഉയർത്തി. സ്വർഗ്ഗത്തിലെ അപ്പച്ച, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ രാവിലെ പ്രാർത്ഥിക്കുക. ഇന്ന് ഈ ഹാർവസ്റ്റ് ടിവിയിലൂടെ ഈ പ്രോഗ്രാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ദർശിച്ചുകൊണ്ടിരിക്കുന്ന സകലരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ ശക്തി ശക്തമായി വ്യാപരിക്കേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ആ അഭിഷേകം അവരുടെ കുടുംബങ്ങളിൽ വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ സ്പർശനം അനുഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. പെന്തക്കോസ്ത് നാളില് അവൻ മർക്കോസിന്റെ മാളികയിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഇന്ന് പകൽ ഈ രാവിലെ സമയം കുടുംബങ്ങളിൽ ഇറങ്ങട്ടെ. ജനജീവിതങ്ങളിൽ വിടുതലായി സംഭവിക്കട്ടെ. അത്ഭുത സൗഖ്യമായി സംഭവിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കട്ടെ. ആത്മാവിന്റെ നിറവ് പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന്റെ വർദ്ധനവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷേകം നുഖത്തെ തകർക്കുന്നതാകിയാൽ അനേകരുടെ നുഖങ്ങളെ തകർക്കുന്ന ഒരു സ്വർഗീയ അഭിഷേകം ജനത്തിന്റെ മേൽ വ്യാപരിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഹസ്ബൻഡിന്റെ ജോലി മേഖലയിൽ ഉണ്ടായിരുന്ന സകല ക്ലേശങ്ങളിൽ നിന്ന് വിമോചനമുണ്ടായി. യേശു അത്ഭുതം പ്രവർത്തിച്ചു എന്ന് ഒരു സാക്ഷി ഇവിടെ വന്നിട്ടുണ്ട്. അത് ബീന സൗദിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അനുജത്തി ലൈല ക്യാൻസറിനാൽ പ്രയാസപ്പെട്ടിരുന്നു. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. തളർന്നു പോയ കാലുകൾ ഇപ്പോൾ അനക്കുക മാത്രമല്ല പൂർണ്ണ സൗഖ്യമാണ് യേശു നൽകുന്നത്. ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞല്ലോ. തങ്ങളുടെ ശരീരത്തെ പരിശോധിക്കുക. യേശു ഒരു മഹത്തായ കാര്യം താങ്കൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. ഡൽഹിയിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ 7 മണിക്ക് ശേഷം വിളിച്ച് സംസാരിച്ചാൽ ഡൽഹിയിലെ പാസ്റ്ററുടെ അഡ്രസ്സ്, ആരാധന നടക്കുന്ന സ്ഥലം, മുഴുവൻ വിവരങ്ങളും ഞങ്ങൾക്ക് നൽകി തരാവുന്നതാണ്. തീർച്ചയായിട്ടും ദൈവം നമ്മെ സഹായിക്കട്ടെ. പാസ്റ്റർ ചാണ്ടി, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ ദിസ് മോർണിംഗ് ആൻഡ് ദ വേർഡ് വാസ് സോ പവർഫുൾ. എത്ര ശക്തമായ ദൈവത്തിന്റെ വചനവും ആലോചനയുമാണ് നമുക്ക് ദൈവം നൽകി തന്നത്. ഞാൻ മരിക്കുകയില്ല, ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. സകലത്തിലും വിജയം നൽകുന്ന യേശു. ആൻഡ് വി ആർ ബോൺ ടു സക്സീഡ്. നമ്മൾ ജനിച്ചിരിക്കുന്നത് വിജയാളിയാകേണ്ടതിനാ. Hallelujah. Hallelujah. God bless you. Thank you pastor. Thank you pastor. Thank you. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒന്നിച്ച് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് പറയണം, പ്രാർത്ഥിക്കാൻ. തീർച്ചയായിട്ടും ദൈവത്തിന്റെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ജയകുമാരിയുടെ ഭർത്താവിന് സൗദിയിൽ ജോലി നഷ്ടപ്പെട്ടപ്പോൾ പ്രേയിങ് കെയറിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. പഴയതിലും നല്ല ജോലി ലഭിച്ചു. ഹല്ലേലൂയ. പഴയതിലും നല്ല ജോലി. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നലെ കുവൈറ്റിൽ നിന്ന് ചില പ്രിയപ്പെട്ടവർ വിളിച്ച് അവർ കരയുകയായിരുന്നു. അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിലൂടെ നൂറുകണക്കിന് ആളുകളെ ആ രാജ്യത്തുനിന്ന് പുറത്തേക്കും തള്ളിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഒരുപാട് പേര് അവിടെയും ഇവിടെയും എല്ലാം ഭയത്തില്ല. റോഡിലൂടെ യാത്ര ചെയ്യാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലൂടെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്നിച്ച് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങളിൽ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനം, ദൈവിക നിയന്ത്രണം ഉണ്ടാകേണ്ടതിന് ഒന്നിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ത്യക്കാരായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ നിയന്ത്രണം എല്ലായിടത്തും ഉണ്ടാകണമേ. ദൈവിക സംരക്ഷണം എല്ലായിടത്തും ഉണ്ടാകണം. ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവിടുന്ന് അത്ഭുത മന്ത്രിയായി യേശുവിൻ്റെ മഹത്വം അവരുടെ ജീവിതത്തിൽ അവിടുന്ന് പ്രവർത്തിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. തിരുവല്ല മാത്യു വിളിച്ചിരിക്കുന്നത് ചുമ, ശ്വാസം മുട്ടന, പനി, കഫക്കെട്ടിനാൽ ഭാരപ്പെടുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രിയ സഹോദരന്റെ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായ സൗഖ്യം അദ്ദേഹത്തിന് മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ വിളിച്ചിരിക്കുന്നു. ഇന്ന് ബർത്ത്ഡേയാണ്, അതുപോലെ അടുത്ത മാസം വിവാഹമാണ്. വീട്ടിൽ ജോലിക്ക് സഹായത്തിന് ലഭിക്കുന്നതിന്റെ പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് മുതൽ വ്യത്യസ്തത ഉണ്ടാകട്ടെ. സമ്പത്സങ്ങളെ നന്മ കൊണ്ട് നിറയ്ക്കുന്ന കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതങ്ങൾക്ക് കൊടുത്താട്ട് അവർക്ക് സഹായത്തിന് ഒരാളെ കർത്താവ് ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ജോർജ് വിളിച്ചിരിക്കുന്നത് മകന്റെ യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവധി കഴിഞ്ഞ് തിരികെ പോകുന്നു.
മകന് മക്കളില്ല, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ ഒന്നിച്ച് ആ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മകനും മകന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. കുഞ്ഞുങ്ങളെ നൽകി നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. വിശേഷമുള്ള യാത്രയിൽ കൂടി ഇരുന്നാട്ടെ ക്ഷേമം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. പത്തനംതിട്ട സുരേഷ് വിളിച്ചിരിക്കുന്ന ജോലിക്ക് വേണ്ടി പ്രാർത്ഥന, വിവാഹം നടക്കണം, സന്തോഷം കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ആ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ജോലി കൊടുത്ത് മാനിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവ് വിവാഹം നടക്കുവാൻ തക്കതായ ഒരു തുണയെ കർത്താവ് ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിന് വേണ്ടി ഒരു പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളും ഒരു വിടുതല യേശുവിന്റെ നാമത്തിൽ കൊടുക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. കാട്ടാക്കരത്ത് ബിന്ദു വിളിച്ചിരിക്കുന്ന ഹസ്ബൻഡ് കാലിന് ഭയങ്കരമായ തരിവ്, മകൾക്ക് നെഞ്ചുവേദന, മകൻ സ്കൂളിൽ നന്നായി പഠിക്കേണ്ടതിന് പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയ സഹോദരന്മാർ പരിപൂർണമായ സൗഖ്യം ഉണ്ടാകട്ടെ. ആ മകളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കൃപ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ആ പഠനത്തിൽ ഉയർച്ച നൽകണം, അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ഞങ്ങളെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒരു വീട് വെച്ച് ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ തൊഴിലുകളും എല്ലാ അസ്വസ്ഥകളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കർത്താവ് ചെയ്തതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഈ ഓൾട്ടറിൽ താങ്കൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ തന്നെ 12,000 കവിഞ്ഞു ഇവിടെ വന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾ. ഇവിടെ വിളിക്കുന്ന ഓരോ വ്യക്തിക്കും വിഷയത്തിന് ഒരു നമ്പർ ഉണ്ടാകും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, കഴിയുന്നവരൊക്കെ എഴുന്നേറ്റ് ഇപ്പോൾ തന്നെ താങ്കളുടെ സ്ക്രീനിൽ ഈ 12,000-ത്തോളധികം വിഷയങ്ങൾ, അത്രയും കുടുംബങ്ങൾ, അവര് പ്രദാനം ചെയ്യുന്ന വലിയൊരു സമൂഹം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ മുറിയിലെത്തിയിരിക്കുമ്പോൾ വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയാൽ യേശു അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. എഴുന്നേൽക്കും, ഇപ്പോൾ തന്നെ എഴുന്നേൽക്കും. ആ സ്ക്രീനിലേക്ക് വന്ന് തൊട്ടുകൊണ്ട് താങ്കളിൽ പ്രാർത്ഥിക്കുവാനുള്ള ശേഷി ദൈവം നൽകിയിട്ടുണ്ട്. പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം ദൈവം പകർന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കാനൊരു വിളി താങ്കളെ തന്നിട്ടുണ്ട്. ശത്രു കഴിഞ്ഞ കാലങ്ങളിൽ ഇത് മോഷ്ടിച്ചു, പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് തിരികെ തരുന്നു. ഇപ്പോൾ തന്നെ ചാടി എഴുന്നേൽക്ക്, ഇപ്പോൾ തന്നെ എഴുന്നേൽക്ക്. വരൂ, ആ സ്ക്രീനിലേക്ക് വന്ന് തൊട്ടുകൊണ്ട് wherever you are, rise up now and come to the screen and touch. Let's agree in one accord before the Lord and intercede for these people. രാവിലെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറഞ്ഞു, നീ ഒരു കാവൽക്കാരനാണ്. പ്രാർത്ഥന കേരളം ആ ഒരു മേഖലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്കൊന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ 10,000-കണക്കിന് പ്രാർത്ഥനാ വിഷയങ്ങൾ, അവർ പ്രദാനം ചെയ്യുന്ന ജീവിതങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ ദേശങ്ങൾ, അവരുടെ രാജ്യങ്ങൾ, യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. യേശുവേ, അവിടുത്തെ അത്ഭുത പ്രവൃത്തി ഇപ്പോൾ ഓരോ ജീവിതത്തിന്റെ മേല് ഇറങ്ങണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ, ഭൂതങ്ങൾ വിട്ടുമാറട്ടെ, പഠന മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, തൊഴിൽ മണ്ഡലങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, വിവിധ രാജ്യങ്ങളിൽ ക്ലേശങ്ങളിലൂടെ പോകുന്നവർ വിമോചനവും വിടുതലും അനുഭവിക്കട്ടെ, വസ്തു സംബന്ധമായ വിഷയങ്ങൾ മാറട്ടെ, തലമുറയില്ലാത്ത പ്രിയപ്പെട്ടവർക്ക് മക്കൾ യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ, ആരോഗ്യം ഉണ്ടാകട്ടെ. എല്ലാ നിലയിലും കർത്താവേ, ഈ ജീവിതങ്ങൾ അവിടെ നിന്ന് അനുഗ്രഹിച്ചു വിടുവെക്ക് യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തീർച്ചയായിട്ടും വിളിക്കണം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു കൂട്ടം ദൈവത്തിന്റെ മക്കളെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. താങ്കളുടെ പ്രിയപ്പെട്ടവരോ അവരുടെ മക്കളോ ലോകത്തിന്റെ ഏതു രാജ്യത്താണെങ്കിലും അവരുടെ കുഞ്ഞുങ്ങൾ മക്കൾ പഠിക്കുന്നവരാണെങ്കിൽ 7 മണിക്ക് ശേഷം തീർച്ചയായിട്ടും വിളിച്ച് അവരുടെ പേര് വിവരങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യണം. ദൈവത്തിന്റെ മക്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയുടെ സംരക്ഷണ വലയത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ ദൈവകൃപയോടെ വളർന്നു വരും. ദൈവം നമുക്ക് തന്ന കുഞ്ഞുങ്ങൾ പിശാചിന്റെ സ്വത്തല്ല, അവർ യേശുവിന്റെ വകയാണ്. ആൻഡ് ദേ ആർ ബോൺ ടു സക്സീഡ്. അവർ ജനിച്ചിരിക്കുന്നത് വിജയാളികളാകേണ്ടതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.
മലപ്പുറത്ത് നോമനെ വിളിച്ചിരിക്കുന്നത് പനി തൊണ്ടവേദനയാൽ ഭാരപ്പെടുന്നു. കർത്താവേ, ഞങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ അതങ്ങനെ ചെയ്യണം, യേശുവിൻ നാമത്തിൽ തന്നെ. രാജൻ കാട്ടക്കട എന്ന് വിളിച്ചിരിക്കുന്നു, പനിയായിട്ട് കിടപ്പിലാണ്. കർത്താവേ, മകനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ പനി യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഇപ്പോൾ തന്നെ പൂർണ്ണ സൗഖ്യം ശരീരത്തിൽ വ്യാപരിക്കട്ടെ. കർത്താവ് ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രസന്റ് വിളിച്ചിരിക്കുന്ന ഭർത്താവിന് ജോലിയില്ല, കടഭാരം കൊടുത്ത് പൈസ തിരികെ ലഭിക്കണം. അവൻ ശ്വാസം മുട്ടലിനാൽ ഭാരപ്പെടുന്നു. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ ഭർത്താവ് സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അദ്ദേഹത്തിന്റെ ജോലി ലഭിക്കട്ടെ, കടഭാരങ്ങൾ മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ലഭിക്കേണ്ട പണം എത്രയും വേഗം ലഭിക്കാൻ സഹായിക്കണം. പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പൂർണ്ണമായ സൗഖ്യം കുഞ്ഞിന് മേൽ ഉണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. അമ്മേനെ അമ്പിളി നെയ്യാറ്റിൻകരയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ഭർത്താവിന്റെ മദ്യപാനം മാറണം, കുടുംബത്തിൽ സമാധാനമില്ല, അന്യതയുടെ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ മാറണം. കർത്താവേ, മകൻ ഞങ്ങളുടെ കരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു മാനസാന്തരം പിന്മാറുവാൻ കർത്താവേ, ഒരു കുടുംബത്തിന്റെ മകന്റെ മേൽ പാർത്താട്ട കുടുംബ സമാധാനമില്ല. യേശുവിന്റെ സമാധാന കുടുംബത്തിലേക്ക് ഞങ്ങൾ വിളിച്ചു വരുത്തുന്നു. കർത്താവേ, ആ കുടുംബത്തെ യേശുവിന്റെ നാമം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നവേ, ആ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ചെയ്ത തുളയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ജോബ് എടുത്തിരിക്കുന്ന 5 വർഷമായി വീട് പണി തുടങ്ങിയിട്ട് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് സഹോദരനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഭവനത്തിന്റെ പണിയെ പൂർത്തീകരിക്കാൻ ഞങ്ങളുടെ കൃപ കൂടെ ഇരുന്നാട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറട്ടെ. തക്ക സമയത്ത് വേണ്ടിയ കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ബിന്ദു അടവിൽ നിന്ന് വിളിച്ചിരിക്കുന്നു, പനിയാൽ ഭാരപ്പെടുന്നു. കർത്താവെ, മകളെ ഞങ്ങളുടെ കരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ പനിയുടെ അസ്വസ്ഥതകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം കൊടുത്താട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ രാജ്യത്ത് മഴ, കൊടുങ്കാറ്റ്, കെടുതികളിലൂടെ ധാരാളം സംസ്ഥാനങ്ങൾ അതിൻ്റെ വെല്ലുവിളിയെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിലാണ് കേരളത്തിലും അല്പമല്ലാത്ത വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതികൾ നമ്മൾ നേരിടുന്നുണ്ട്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാറ്റിനെയും കടലിനെയും ശാസിച്ച അധികാരമുള്ള യേശുവിന്റെ സന്നിധിയിൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഈ പകൽ പ്രാർത്ഥിക്കുമ്പോൾ കേരളത്തിൽ, ഇന്ത്യയിൽ കാലാവസ്ഥ നിയന്ത്രണാധീനമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കാറ്റിനോട് അടങ്ങുവാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കാലാവസ്ഥ നിയന്ത്രണാധീനമാകട്ടെ. ജീവിതത്തിൽ വെല്ലുവിളികളിലൂടെ പോകുന്ന ജീവിതങ്ങളെ ഇവിടുന്ന് വിടുവിക്കും കർത്താവേ, യേശുവിന്റെ നാമത്തിൽ പിതാവേ. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബീന ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. അവരുടെ കുടുംബത്തിന് വേണ്ടി വിശേഷ പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രേയങ്ങളിലേക്ക് എല്ലാവിധ ഭാവങ്ങളും ആ കുടുംബം നേർന്നിട്ടുണ്ട്. പ്രേയങ്ങളിലേക്ക് എല്ലാ ഭാവങ്ങളും നേർന്ന ആ കുടുംബത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. മിസ് ബീന, താങ്ക് യു ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സ്റ്റാൻഡിംഗ് വിത്ത് us. ഞങ്ങളോടുകൂടെ ഈ ശുശ്രൂഷയിൽ നിൽക്കുന്ന പ്രിയ ബീന എന്ന സിസ്റ്ററിനെ, കുടുംബത്തെ ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ അനുമോദിക്കുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ ചെലവ് വഹിക്കുവാൻ താങ്കൾ കുടുംബവും കാട്ടിയ നല്ല മനസ്സിന് ഞങ്ങൾ നന്ദി പറയുന്നു. അവരെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവിക നന്മയാൽ, ദൈവ കൃപയാൽ യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് നിറച്ച് അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, മിസ്റ്റർ വർഗീസ് ട്രിവാൻഡ്രത്തുനിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു, വർഗീസിന് ഗ്യാസിന്റെ പ്രയാസം കൂടി അതിഭയങ്കരമായ പ്രയാസത്തിലൂടെ പോയപ്പോഴാണ് പ്രാർത്ഥന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചത്. സൗഖ്യമായി. അടുത്തൊരു വിഷയം നമ്മളോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യമുള്ളത്, ഗൾഫിൽ പോകുവാൻ വീസ ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ധാരാളം ആളുകൾ വിദേശ രാജ്യങ്ങൾ ജോലിക്ക് വേണ്ടി പോകുവാൻ ആഗ്രഹിക്കുന്നു, കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. ഒരുപാട് പേർ ചതിക്കപ്പെട്ടു. പ്രാർത്ഥന കേരളത്തിൽ 24 മണിക്കൂറും കരയുന്നവരുടെ വിലാപം ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ അത്ഭുത വഴികൾ ഓരോരുത്തർക്കും തുറക്കപ്പെടട്ടെ. വിദേശ രാജ്യങ്ങളിൽ പോകുവാനുള്ള ക്രമീകരണങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഫലവത്തായി തീരട്ടെ. ചതിവും വഞ്ചനയുടെ ശക്തികൾ അവരവിടുന്ന് വിടുവിക്കും കർത്താവേ. We bless them, Lord. യേശുവിന്റെ നാമത്തിൽ പിതാവേ.
കർത്താവെ ഞങ്ങളെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കർത്താവ് മദ്യപാനിൽ നിന്ന് പൂർണ്ണമായൊരു വിടുതല ആ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കർത്താവെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയും സമാധാനം ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ തലത്തിലും അനുഗ്രഹമായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കൊച്ചുമോൾ മാകാനത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. ഹസ്ബൻഡ് പെന്നിയുടെ ഡൽഹിയിലുള്ള സഹോദരി കിഡ്നി സ്റ്റോണാൽ ഭാരപ്പെടുന്നു. കർത്താവെ മകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ സ്റ്റോണിന്റെ കർത്താവ് എല്ലാ പ്രയാസങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം അങ്ങ് കൊടുത്താട്ട് കർത്താവ് ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. വിളിച്ചിരിക്കുന്നു. സൗദി ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളിൽ ഭാരപ്പെടുന്ന ഒരു പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവെ ഞങ്ങൾ ആ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. അവനെ ആയിരിക്കുന്ന എല്ലാ കർത്താവെ പ്രതികൂലങ്ങളും എല്ലാ പ്രയാസങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അവിടെ സ്വസ്ഥത അനുഭവിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആന്റണി പച്ചാളത്തുനിന്ന് വിളിച്ചിരിക്കുന്നു. കാലിന് വേദന, ബിസിനസ് മുടങ്ങിക്കിടക്കുന്നു. കർത്താവെ മകനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കാലിന്റെ വേദന യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം അങ്ങ് കൊടുത്താട്ടെ. ആ ബിസിനസിനെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. കോട്ടയത്ത് നിന്ന് ഷെയറിൽ വിളിച്ചിരിക്കുന്നു. ഭർത്താവിന് പനി, ചുമ, കണ്ണിന് അസ്വസ്ഥത, മകൾക്ക് പനി, പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കർത്താവെ ഞങ്ങളെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അലട്ടുന്ന എല്ലാ അസ്വസ്ഥകളും എല്ലാ രോഗത്തിന്റെ പ്രയാസങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവ് ഞങ്ങളെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചയക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മോളി കരുനാഗപ്പള്ളിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ജോലി സ്ഥലത്തെ പ്രയാസങ്ങൾ മാറണം. കർത്താവെ ആ മകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ജോലി സ്ഥലത്തെ പ്രയാസങ്ങൾ എന്ത് തന്നെയാണെങ്കിൽ കർത്താവെ യേശുവിന്റെ നാമത്തിൽ എല്ലാം മാറട്ടെ. സന്തോഷത്തോടും സമാധാനത്തോടും ജോലി ചെയ്യുവാൻ എന്റെ മകളെ അങ്ങ് ബലപ്പെടുത്തിയാട്ടെ. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. നമുക്ക് വന്നിരിക്കുന്ന ഒരു SMS, മിസ്റ്റർ ധനപാലൻ ക്രിട്ടിക്കൽ സ്റ്റേജ് ഇൻ ICU SUT ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്തുനിന്ന് ഡോക്ടർ മേരി കുഞ്ഞാണ് ഈ വിവരം ഇപ്പോൾ നമുക്ക് മെസ്സേജ് വഴി അയച്ചിരിക്കുന്നത്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കുന്ന ധാരാളം പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ടെലഫോണുകൾ, ഇമെയിൽ ആൻഡ് SMS വരാറുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ മിസ്റ്റർ ധനപാലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം യേശുവിൻ നാമത്തിൽ അദ്ദേഹത്തിൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രിയ പിതാവേ, ഏതു തരത്തിലുള്ള രോഗത്താൽ ഭാരപ്പെടുന്നവരാണെങ്കിലും ഈ സമയത്ത് രോഗമുള്ള ഭാഗത്ത് താങ്കൾ കരങ്ങൾ വയ്ക്കുക. അത് ക്യാൻസർ ആകട്ടെ, ട്യൂമറുകളാകട്ടെ, ഏതു തരത്തിലുള്ള ക്ലേശമാണെങ്കിലും, whatever be the sickness that you are going through, I would encourage you, just keep your hands on the place where you are affected. എവിടെയാണോ ക്ലേശം സംഭവിക്കുന്നത് അവിടേക്ക് താങ്കളുടെ കരം വെച്ചാട്ടെ. യേശു താങ്കളെ തൊട്ടു സുഖപ്പെടുത്തുന്നു യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ആ രോഗമുള്ള ഭാഗത്ത് കരങ്ങൾ വെച്ചിരിക്കുമ്പോൾ യേശുവിന്റെ ശക്തി, യേശുവിന്റെ സൗഖ്യം ഇപ്പോൾ അവിടെ ഇറങ്ങട്ടെ. യേശുവിന്റെ ആത്മാവിനാ, യേശുവിന്റെ വചനത്താ, യേശുവിന്റെ കരത്താ ഇപ്പോൾ സൗഖ്യമാകട്ടെ. I declare 100% healing in Jesus' mighty name over their lives. In Jesus' name we take the authority of the name of Jesus over their body. In Jesus' mighty name ക്യാൻസറുകൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ട്യൂമറുകൾ യേശുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. ആന്തരിക അവയവങ്ങൾ, ബാഹ്യ അവയവങ്ങൾ യേശുവിൻ നാമത്തിൽ സമ്പൂർണ്ണമായി സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ 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 പറഞ്ഞാട്ടെ. ഹലോ, എന്റെ പേര് അജിതയാ. ഞാൻ ബാലരാമപുരത്തുനിന്ന് വിളിക്കാം. പറഞ്ഞാട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്ന കേരളം ഞാൻ കുറേ ദിവസങ്ങൾ കൊണ്ട് കാണുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന കേരളം വാനോളം വളരാൻ വേണ്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വാനോളം വളരാൻ. ഓക്കെ. എന്റെ ജീവിതം കടഭാരം കൊണ്ട് സഹിക്കാൻ വയ്യാതെ ഇരിക്കുക. ഓക്കെ. എന്റെ ഭർത്താവിന് ഗൾഫിൽ പോവാൻ വേണ്ടി ഒരു വിസ ലഭിക്കാൻ വേണ്ടിട്ട് കൊടുത്തിട്ട് വർഷങ്ങളോളായി, ഒന്നും ശരിയായില്ല. ഓക്കെ. അത് ലഭിക്കണം. ഞങ്ങൾ ഒരു വാടക വീട്ടില്, ചോരുന്ന ഒരു വാടക വീട്ടിലാ കിടക്കുന്നത്. ഞങ്ങൾക്ക് കിടക്കാൻ പോലും ഒരു വഴിയില്ല. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ ഭർത്താവ് ബിസിനസ് തുടങ്ങിയിട്ട് ഞങ്ങള് കുറെ കടത്തിൽ മുങ്ങിയിട്ട് ഇപ്പൊ വീടടച്ചിരിക്കേണ്ട ഗതികെട്ട ജീവിതത്തിൽ
വീട്ടിലാ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് 2 പെൺകുട്ടികളാ. പ്രാർത്ഥന കേരളത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും കേട്ടത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളാരും ഒരു പക്ഷെങ്കിൽ ഈ സ്ത്രീയെ കണ്ടിട്ടില്ല, പക്ഷെങ്കിൽ നമ്മൾ അവളുടെ ശബ്ദം കേട്ട് ദൈവസ്നേഹത്തിൽ കഴിയുന്നിടത്തോളം ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവർ ദൈവസന്നിധിയിൽ യേശുവിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ സന്നിധി കരങ്ങൾ ഉയർത്തിയാട്ട് കടഭാരത്തിൽ മുങ്ങി താഴുന്നു. ഗൾഫിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചു, വർഷങ്ങളായി അത് സാധിക്കുന്നില്ല. വാടക വീട്ടിൽ ചോരുന്ന വാടക വീട്, 2 പെൺകുഞ്ഞുങ്ങളുമായിട്ടുള്ളൊരു കുടുംബത്തിൻ്റെ ദീനരോധനമാണ് നമ്മൾ കേട്ടത്. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒന്നിച്ചു നോക്കാം. യേശുവേ, ഞങ്ങൾ ഈ പകൽ പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ കഷ്ടപ്പെടുന്ന പതിനായിരങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുത വഴികളെ തുറന്ന് അവരെ സഹായിക്കുന്ന നിലയിലേക്ക് നമുക്ക് എത്തിച്ചേരണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് അത്ഭുത മന്ത്രിയായി ഇപ്പോൾ തന്നെ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. അടുത്ത ദിവസങ്ങളിൽ ഇവർ വിളിച്ചു പറയുന്ന സാക്ഷ്യം യേശു പ്രവർത്തിച്ച അത്ഭുതത്തിന്റെ സാക്ഷ്യമാകട്ടെ. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ദൈവിക വിടുതൽ സംഭവിക്കട്ടെ. ഉയർച്ചയും നന്മയും ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, രാജേന്ദ്രൻ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ ടെസ്റ്റ് പാസ്സായി. ഒരു റൗണ്ട് ടെസ്റ്റ് കൂടി ഉണ്ട്, അത് പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് ധാരാളം വിദ്യാർത്ഥിനികൾ എൻട്രൻസ് എക്സാം, ഇന്റർവ്യൂ, കൗൺസിലിങ്ങിനും മറ്റുമായിട്ട് തുടർ പഠനത്തിനും ജോലിക്കുമായിട്ട് വിവിധ രാജ്യങ്ങൾ പോകേണ്ടതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. അവർക്കെല്ലാവർക്കും കർത്താവ് അവരോട് കൂടെ ഇരുന്ന് വിജയം നൽകേണ്ടതിന് നമുക്ക് ഇന്ന് പകൽ ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ ദൈവപ്രവൃത്തി അവർക്കുണ്ടാകട്ടെ. യേശുവേ, അവിടുന്ന് വീരനായി അവർക്ക് ഓരോരുത്തർക്ക് മുൻപാകെ കടന്നുപോയി താമ്രവാതിലുകളെ തുറക്ക്, ഇരുമ്പോടാമ്പലുകളെ അവിടെ ഉടയ്ക്ക്. I bless them with the blessings of heaven above in Jesus mighty name. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ, പ്രാർത്ഥന കേരളം എന്ന ഈ ശുശ്രൂഷയിൽ സഭാ വിഭാഗ വ്യത്യാസമില്ലാതെ ആയിരക്കണക്കിന് ദൈവത്തിന്റെ മക്കൾ ലോക രാജ്യങ്ങൾ ഞങ്ങളോടുകൂടെ യാത്ര ചെയ്യുന്നത് ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുവാൻ താങ്കളിൽ ദൈവം തന്നിരിക്കുന്ന പ്രാർത്ഥിക്കുവാനുള്ള ശേഷി തിരിച്ചറിയുന്ന വ്യക്തിയാണ് താങ്കളെങ്കിൽ 7 മണിക്ക് ശേഷം വിളിച്ചു പറയണം. ഇവിടെ വരുന്ന പ്രാർത്ഥന വിഷയങ്ങൾ ആളിന്റെ പേര്, വിഷയം മാത്രം, സ്ഥലം അത് വെളിപ്പെടുത്തുകയില്ല. തീർച്ചയായിട്ടും ഇന്ന് രാവിലെ വന്ന് ഈ 100 കണക്കിന് വിഷയങ്ങൾ എല്ലാം സ്ക്രീനിലെടുത്ത് വിളിച്ചു പറയുവാൻ സമയമില്ല എങ്കിലും ദൈവത്തിന്റെ മക്കൾ നിരന്തരം പ്രാർത്ഥിക്കും. യേശുവിന്റെ വിടുതലിലേക്ക് നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാം. 2 കരങ്ങളും ഉയർത്തി അല്പനിമിഷങ്ങൾ ആവുന്നിടത്തോളം എഴുന്നേറ്റ് നിന്ന് ചേർന്ന് പാടിയ കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോ ദൈവത്തിന്റെ ആത്മാവിന് അത്യന്ത ശക്തി മഴ മേഘം മൂടിക്കിടക്കുന്ന അന്തരീക്ഷത്തിലേക്ക്, ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് കാർമേഘ പടലങ്ങളെ കീറി മുറിച്ചുകൊണ്ട് കർത്താവിന്റെ പ്രവൃത്തി താങ്കൾക്ക് വേണ്ടി യേശുവിന്റെ മഹത്വം ഇന്ന് പകൽ യേശു ചെയ്യുന്നു. അമ്പിളി നടുവേദനയാൽ ഭാരപ്പെടുന്നു, പൂർണ്ണ സൗഖ്യം വേണം. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ കുടുംബ പ്രശ്നത്തിന് മാറ്റമുണ്ടായി. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, സൗഖ്യമില്ലാതിരിക്കുന്ന ജീവിതത്തെ അവിടുന്ന് അത്ഭുതകരമായി സൗഖ്യമാക്കുക യേശുവിന്റെ നാമത്തിൽ. പ്രിയ പിതാവേ, ഹല്ലേലൂയ. ബ്രദർ, ഷുഗർ വളരെ കൂടുതൽ, ഹാർട്ട് പ്രോബ്ലം, ലീല എന്ന് പറയുന്ന ആളെ വിളിച്ചിരിക്കുന്ന, കാഴ്ചക്കുറവ്, മകൾ പ്രീത IELTS എക്സാം എഴുതുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആ മോഹന് സൗഖ്യമുണ്ടാകട്ടെ. പ്രീത IELTS എക്സാമിൽ വിജയാളിയായി തീരട്ടെ, ഉയർന്ന സ്കോർ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. നമ്മുടെ രാജ്യത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലായിടത്തും ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകേണ്ടതിന്
യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിക്കുന്നു. ഉയർച്ചയും നന്മയും ദൈവിക സംരക്ഷണവും എല്ലായിടത്തും യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ, നമ്മുടെ സംസ്ഥാനത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കേരളം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന കേരളം യേശുവിന്റെ നാമത്തിൽ. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കേരളത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഭരണ സംവിധാനത്തെ അനുഗ്രഹിക്കുന്നു. എല്ലായിടത്തും കർത്താവിന്റെ മഹത്വവും എല്ലായിടത്തും ദൈവത്തിന്റെ പ്രവൃത്തിയും വ്യക്തമായി ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, ഈ ദിവസങ്ങളിൽ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ടെലിഫോൺ കോളുകളിൽ അനേകം വിഷയങ്ങൾ, മക്കളില്ലാത്ത ദമ്പതികളുടെ വിവരങ്ങളാണ് ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ പോകുക. കുടുംബത്തിന് ദൈവം തന്നിരിക്കുന്ന ആദ്യത്തെ അനുഗ്രഹമാ മക്കൾ. ഈ പകൽ താങ്കളോ താങ്കളുടെ പ്രിയപ്പെട്ടവരോ മക്കളോ ആരെങ്കിലും അവർക്ക് തലമുറയില്ലാതെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് പല വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇല്ല എങ്കിൽ ഈ പകൽ യേശു താങ്കൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് മക്കൾ ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട തലമുറ നൽകി അവിടുന്ന് അവരെ അനുഗ്രഹിക്കും കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ. പ്രാർത്ഥന കേരളത്തിലെ എല്ലാ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് ഒരു വിജയത്തിന്റെ ദിവസമാണ്, ഇന്നൊരു വിടുതലിന്റെ ദിവസമാണ്. താങ്കൾ തൊടുന്നതൊക്കെ അനുഗ്രഹിക്കപ്പെടും. നാളെ പ്രഭാതത്തിൽ വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണുന്നതുവരെയും കർത്താവിന്റെ കൃപയിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാം. മറക്കരുത്, ദൈവത്തിന്റെ വചനം വായിക്കുക. ദൈവത്തിന്റെ വചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ഐ ഹിഡ് ദൈ വേർഡ് ലോർഡ് ഇൻ മൈ ഹാർട്ട് ദാറ്റ് ഐ മൈറ്റ് നോട്ട് സിൻ അഗെയിൻസ്റ്റ് യു. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് ദൈവമേ നിന്റെ വചനത്തെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ദൈവവചനം വായിക്കുക, ദൈവവചനം വിശ്വസിക്കുക. നമ്മുടെ ജീവിതം സമൃദ്ധമായി തീരും, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. യേശു നമുക്കായി കരുതിയ ആ നിത്യജീവൻ സമൃദ്ധമായി നമുക്ക് അനുഭവിപ്പാൻ എല്ലാവർക്കും ഇടയാകട്ടെ. എല്ലാ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. പിതാവേ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പ്രേയിങ് കേരള കുടുംബത്തിന്റെ പങ്കാളികളാകുന്ന ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരുടെ മേലും കർത്താവിന്റെ കൃപ ഇപ്പോൾ ഇറങ്ങട്ടെ. കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ഓരോ ദൈവഭക്തന്മാരെ അവിടുന്ന് അനുഗ്രഹിച്ച് അവിടുത്തെ ശുശ്രൂഷയിൽ അവരെ ഉയർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രേയിങ് കേരള ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന അങ്ങയുടെ ശ്രേഷ്ഠരായ എല്ലാ ദാസന്മാർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സഭാ വിഭാഗ വ്യത്യാസമില്ലാതെ ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ചേർന്ന്